feeling tired all the time or getting frequent cold, muscle or joint pain, ഇനി ഹെയർ ഫോളോ സ്കിൻ ഇഷ്യൂസോ ഉണ്ടോ? ഇതെല്ലാം ഉള്ള ആളാണെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ടെസ്റ്റ് നടത്തിയേക്ക്. ബിക്കോസ് ദീസ് ആർ ദി സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സൺലൈറ്റ്. ഇന്ത്യ ഒരു സൺറിച്ച് കൺട്രി ആണെങ്കിലും അറൌണ്ട് 70-90% ഓഫ് ഇന്ത്യൻസ് എസ്പെഷ്യലി വിമൻ ആർ ഫേസിങ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ്. എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും ഇല്ലാത്തതും കൊണ്ടാണ്. ശരിയാണ്, ഡെയിലി സൺ എക്സ്പോഷർ കുറച്ച് റിസ്ക് ആണ്. പക്ഷേ അതിനെക്കാട്ടും വലിയ റിസ്ക് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വന്നാൽ. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ഡെപ്പോസിഷൻസ് കൂട്ടും. അത് നേരെ വെയിറ്റ് ഗെയിനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മസിൽസ്, ജോയിൻറ്റ്സ്, ബോൺസ് ഇതെല്ലാം വീക്കാക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കാനായിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ് ഇതെല്ലാം ഉണ്ടാവാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു റീസൺ തന്നെയാണ്. ആൻഡ് ഓൾസോ സൺലൈറ്റ് മാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ്സും ഒരു റീസൺ ആണ്. ഡെയിലി എഗ്, ഫിഷ്, ഫോർട്ടിഫൈഡ് മിൽക്സ് ഇതെല്ലാം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഒന്ന് ആലോചിക്കുക, ഡെയിലി അറൌണ്ട് 11 AM to 4 PM ഈ ഒരു ടൈമിൽ ഒരു 15-20 minutes സൺ എക്സ്പോഷർ കൊള്ളുന്നതാണോ അത് ഈ വൈറ്റമിൻ ഡിയുടെ റിസ്ക് എല്ലാം ഏറ്റെടുക്കണതാണോ നല്ലത്? പിന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അതൊരു ഡയറ്റീഷ്യൻ്റെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ട് കൺസ്യൂം ചെയ്യാൻ നോക്കല്ല.